എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് SSLC ഗ്രേഡിൻ്റെ പേഴ്സൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് വളരെയധികം സിമ്പിളായിട്ട് തന്നെ ഈ ഒരു SSLCയുടെ ആ ഒരു മാർക്ക് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര A+ ഉണ്ട്, എത്ര A ഉണ്ട്, എത്ര B+ ഉണ്ട്, അങ്ങനെ ഓരോ ഗ്രേഡുകളുടെയും എണ്ണം ജസ്റ്റ് ആദ്യം എഴുതി വയ്ക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് 10 A+ ആണ് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ 10 A+ കിട്ടിയിട്ടുണ്ടെങ്കിൽ 10 A+ എന്ന് എഴുതുക. അപ്പോൾ 10 A+ എന്നുള്ളത് എഴുതിയ ശേഷം ഇവിടെ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അതിനുശേഷം A+ൻ്റെ വില 9 ആണ്, Aയുടെ വില 8 ആണ്, B+ൻ്റേത് 7, Bയുടെ 6, അതുപോലെ C+ൻ്റേത് 5, Cയുടെ വില എന്ന് പറയുന്നത് 4 ആണ്, അതുപോലെ D+ൻ്റേതാണെങ്കിൽ 3 ആണ്, അതുപോലെ D ആണെങ്കിൽ 2, E ആണെങ്കിൽ 1. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഗ്രേഡിൻ്റെ ആ ഒരു പോയിന്റ് വരുന്നത്, അത് വാല്യൂ വരുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 10 A+ ആണ് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ 10 A+ ഉണ്ട്. A+ൻ്റെ വില എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഈ ഒരു 10 ഗുണിക്കണം ഈ ഒരു A+ൻ്റെ വിലയായിട്ടുള്ള 9 എന്ന് എഴുതുക. അപ്പോൾ 10 × 9 എന്ന് വെച്ചാൽ എത്രയാണ്? 90 ആണ്. അപ്പോൾ 90 കിട്ടി. അപ്പോൾ ഈ ഒരു 90-ൽ നിന്നും അതായത് ഈ ഒരു 90-നെ 100ലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 100/90 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 100/90 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഈ ഒരു 100 എന്ന് പറയുന്നത് ആ ഒരു 100ലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 90 എന്ന് പറയുന്നത് ആ ഒരു ഗ്രേഡ് വാല്യൂയുടെ ടോട്ടലാണ് ഈ ഒരു 90 എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു ടോട്ടൽ കിട്ടിയ വിലയെ അതായത് TGPയെ അതായത് ടോട്ടൽ ഗ്രേഡ് പോയിൻറ്റിനെ 100/90 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഈ ഒരു 90-ൽ 90 ഒരു തവണ പോകും. അതിനുശേഷം 100, അപ്പോൾ 1 × 100% എന്ന് മനസ്സിലാക്കാം. ഇതേ രീതിയിൽ നിങ്ങൾക്ക് എത്ര ഗ്രേഡ് ആയാലും നിങ്ങൾക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു A+ ആണ് കിട്ടിയത്, അതുപോലെ 5 A ഗ്രേഡാണുള്ളത്, അതുപോലെ തന്നെ ഒരു B+ ആണുള്ളത്, അതിനുശേഷം 4 B ഗ്രേഡുമാണ് ഉള്ളതെന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്രേഡിൻ്റെ ആ ഒരു പോയിൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് എഴുതാം. അതായത് 1 ഗുണിക്കണം A+ൻ്റെ വില 9 ആണ്, അതുപോലെ തന്നെ പ്ലസ് ഇടുക. അതിനുശേഷം 5 ഗുണിക്കണം Aയുടെ വില എന്ന് പറയുന്നത് 8 ആണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം B+ൻ്റെ വില എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ 1 × A ആണ്. അതുപോലെ 4 B ഗ്രേഡ് ഉണ്ട്, Bയുടെ വില എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 4 × 6. അതിനുശേഷം ഇത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് 1 × 9 ആണ്, 8 40 ആണ്, അതായത് 5 ഗുണിക്കണം 8 40 ആണ്. ഒരു A ആണ്, 4 6 24 ആണ്. അങ്ങനെ ടോട്ടൽ കിട്ടി. അപ്പോൾ അതിനുശേഷം ഇതിനെ ടോട്ടലായിട്ട് നിങ്ങൾ കൂട്ടുക, എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ടോട്ടലായിട്ട് കിട്ടുന്ന വില എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു 40ഉം 9ഉം 49, അതുപോലെ തന്നെ 49ഉം 50ഉം, അതുപോലെ തന്നെ 73ഉം 73Aയും 80, അതായത് 80 മാർക്കാണ് കിട്ടുക. അതായത് ഇതിൻ്റെ ആ ഒരു ടോട്ടൽ പോയിൻ്റ് എന്ന് പറയുന്നത് 80 ഗ്രേഡ് പോയിൻ്റാണ് കിട്ടുക. അപ്പോൾ ടോട്ടൽ ഈ ഒരു 80 ഗ്രേഡ് പോയിൻ്റ് കിട്ടിയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 9 ഗ്രേഡ് പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് 9 അല്ല 80 ആണ്. അപ്പോൾ 80 ഗ്രേഡ് പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു 80-നെ 100/90 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 100/90 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതായത് 80 ഗുണം 100/90 കൊണ്ട് ഗുണിക്കുക. അതായത് നിങ്ങൾക്ക് എത്ര ഗ്രേഡ് പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാലും അതിനെ ഈ ഒരു 100/90 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര % മാർക്കാണോ കിട്ടിയത് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.